My dear students, Dr. James Taylor Kent രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 174ാമത്തെ എപ്പിസോഡിൽ ലാക്കസിസ് എന്ന അധ്യായത്തിൻ്റെ 3-ാം ഭാഗമാണ് പരിശോധിക്കുന്നത്. ഈ ഭാഗത്ത് ലാക്കസിസിൻ്റെ വളരെ ശ്രദ്ധേയമായ ചില മെൻ്റൽ സിംറ്റംസാണ് കെന്റ് പ്രതിപാദിക്കുന്നത്. ആത്മീയം എന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന ചില മാനസിക പ്രശ്നങ്ങൾ, ബാധ കൂടൽ, ദൈവം കൂടൽ, ദേവതകൾ കൂടൽ, ഇങ്ങനെയൊക്കെയുള്ള ചില അവകാശവാദങ്ങളോടുകൂടി സമൂഹത്തിൽ മുൻകാലങ്ങളിലും ഇക്കാലത്തുമൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില വ്യക്തികൾ, അതിൽ പലതരക്കാരുണ്ട്. കൂടുതലും നമുക്ക് പ്രഥമദൃഷ്ട്യാ തന്നെ മാനസിക പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാവും. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ ലാക്കസിസ് കവർ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വളരെ മനോഹരമായ വിവരണമാണ് ഈ ഭാഗത്ത് കെന്റ് നമുക്ക് തരുന്നത്. നമുക്കതിലേക്ക് പ്രവേശിക്കാം. ദ മെൻ്റൽ സ്റ്റേറ്റ് ഈസ് ലാർജ്, ജലസി വിത്തൗട്ട് എനി റീസൺ. ഒരു കാരണമില്ലാത്ത അസൂയ. ഇതിനും കാരണം വേണമല്ലോ അസൂയപ്പെടാൻ, ഒരു കാരണവും വേണ്ട. അൺവാറണ്ടഡ് ജലസി ആൻഡ് സസ്പീഷൻ, ആവശ്യമില്ലാത്ത അസൂയയും സംശയവും. ചില സംശയരോഗികളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചിലർക്കൊക്കെ അനുഭവം ഉണ്ടാവും. കുടുംബജീവിതത്തിലും ഇത്തരം ആളുകൾ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മെനി ടൈംസ് ദിസ് മെഡിസിൻ ഹാസ് ക്യൂർഡ് സസ്പീഷൻ ഇൻ ഗേൾസ്. പെൺകുട്ടികളുള്ള ഈ സംശയാലുത്വം, സസ്പീഷ്യസ് നേച്ചർ, when they were simply suspicious of their girlfriends. അവരുടെ പെൺകുട്ടികൾ തന്നെയായ കൂട്ടുകാരെ കുറിച്ച് വെറുതെ സംശയിക്കുന്നു. She never sees a whispered conversation going on, but they are talking about her to her detriment. അപ്പോൾ എവിടെയെങ്കിലും ആരെങ്കിലും സംസാരിക്കുന്നത് കണ്ടാൽ മതി, സംസാരിക്കുന്നത് കാണണമെന്ന് പോലും ഇല്ല. അത് ആ സംഭവം തനിക്ക് ദോഷകരമായ ചില കാര്യങ്ങൾ സംസാരിക്കുകയാണ്, തനിക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണെന്നൊക്കെ ചിന്തിച്ചു കൂട്ടിക്കളയും. അങ്ങനത്തെ ഒരു മനോവൈകല്യം. സസ്പെക്ട് ദാറ്റ് ദേ വർ കോൺട്രൈവിങ് ടു ഇഞ്ചുർ ഹെർ. തന്നെ മുറിപ്പെടുത്താൻ വേണ്ടി ഗൂഢാലോചന ചെയ്യുകയാണ്. ആൻഡ് ഷീ വിൽ റിസോർട്ട് ടു എനി സ്കീംസ് ടു സീ ഇഫ് ദേ വർ നോട്ട് ടോക്കിംഗ് ഓഫ് ഹെർ ടു ഹെർ ഡിറ്റർമെൻറ്റ്. തൻ്റെ അത്തരം വിനാശത്തിനെതിരെ അവർ ഗൂഢാലോചന നടത്താതിരിക്കാൻ എന്ത് കുതന്ത്രം പ്രയോഗിക്കാനും ഈ പെൺകുട്ടി തയ്യാറാവും. എ വുമൺ ഇമാജിൻസ് ദാറ്റ് ഹെർ ഫ്രണ്ട്സ്, ഹസ്ബൻഡ് ആൻഡ് ചിൽഡ്രൻ ആർ ട്രൈങ് ടു ഡാമേജ് ഹെർ. ഈ ഒരു മുതിർന്ന സ്ത്രീയുടെ കാര്യത്തിൽ അവളുടെ കൂട്ടുകാരികൾ, ഭർത്താവ്, മക്കളൊക്കെ തന്നെ മുറിപ്പെടുത്താൻ, തനിക്ക് ദ്രോഹം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, അതിനു വേണ്ടിയിട്ട് ആലോചന നടത്തുകയാണെന്നൊക്കെ ചിന്തിക്കും. That her friends are going to put her in an insane asylum. കൂട്ടുകാരെ കൂടി തന്നെ ഒരു മനോരോഗ ആശുപത്രിയിൽ, ഇൻസൈൻ അസൈലത്തിൽ കൊണ്ടുപോയി ഇടാൻ പോവുകയാണെന്നൊക്കെ ചിന്തിച്ചു കൂട്ടും. അപ്രഹെൻഷൻ ഓഫ് ദ ഫ്യൂച്ചർ, ഭാവിയിൽ മോശമായി സംഭവിക്കുമെന്നുള്ള ഭയം ഒക്കെ നിരവധി പേരുള്ളതാണ്. നമ്മളുടെ നിരവധി ഔഷധങ്ങൾ ഇത് കവർ ചെയ്യുന്നുണ്ട്. തിങ്സ് ഷീ ഈസ് ഗോയിങ് ടു ഹാവ് ഹാർട്ട് ഡിസീസ് ആൻഡ് ഈസ് ഗോയിങ് ഇൻസൈൻ. തനിക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകാൻ പോവുകയാണ്, തൻ്റെ മാനസിക നില തകരാറാകാൻ പോവുകയാണെന്നൊക്കെ ചിന്തിക്കും. ആൻഡ് ദാറ്റ് പീപ്പിൾ ആർ കോൺട്രൈവിങ് ടു പുട്ട് ഹെർ ഇൻ ആൻ ഇൻസൈൻ അസൈലം. തൻ്റെ കൂട്ടുകാരെ കൂടി തന്നെ ഒരു മനോരോഗ ആശുപത്രിയിൽ കൊണ്ട് ഇടാൻ വേണ്ടിയിട്ട് ഗൂഢാലോചന നടത്തുകയാണെന്ന് ചിന്തിക്കും. ഇമാജിൻസ് ഹെർ റിലേറ്റീവ്സ് ആർ ട്രൈങ് ടു പോയിസൺ ഹെർ ആൻഡ് ഷീ റെഫ്യൂസസ് ടു ഈറ്റ്. ബന്ധുക്കൾ, ഉറ്റവരൊക്കെ തനിക്ക് വിഷം തരാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അത് ഭയന്ന് ആഹാരം കഴിക്കാതിരിക്കുക, ആഹാരത്തിന് വിഷമുണ്ടെന്നുള്ള സംശയം. ഷീ തിങ്സ് സംടൈംസ് ദാറ്റ് ഇറ്റ് ഈസ് ഓൺലി എ ഡ്രീം ആൻഡ് ഷീ ക്യാൻ ഹാർഡ്ലി സേ വെദർ ഷീ ഡ്രീംഡ് ഇറ്റ് ഓർ വെദർ ഷീ തിങ്സ് ഇറ്റ്. അപ്പോൾ അവിടെയും കുഴപ്പമാണ്. ഇങ്ങനെയുള്ള ചിന്തകൾ വാസ്തവമാണോ സ്വപ്നമാണോ എന്നുള്ളൊരു ആശയക്കുഴപ്പം പോലും പേഷ്യൻ്റുണ്ടാവും. അപ്പോൾ മനസ്സത്രയ്ക്ക് കുഴഞ്ഞു മറിഞ്ഞു നിർത്താം. ഇങ്ങനെ ചിന്തിച്ചത്, വിഷം തരുമെന്ന് ചിന്തിച്ചത് സ്വപ്നത്തിൽ കണ്ടതാണോ അല്ലെങ്കിൽ വാസ്തവമാണോ എന്ന് സ്ത്രീ ചിന്തിക്കുന്നു. അപ്പോൾ മാനസിക കുഴപ്പത്തിനുള്ളിൽ മറ്റൊരു മാനസിക കുഴപ്പം. ഇനി ഷീ തിങ്സ് ഷീ ഈസ് ഡെഡ് ഓർ ഡ്രീംസ് ദാറ്റ് ഷീ ഈസ് ഡെഡ്.
ഒന്നുകിൽ താൻ മരിച്ചു എന്ന് കരുതുന്നു, അല്ലെങ്കിൽ മരിച്ചതായി സ്വപ്നം കാണുന്നു. അവിടെയും ഒരു ആശയക്കുഴപ്പമുണ്ട്. ആൻഡ് ഇൻ ദ ഡ്രീം പ്രിപ്പറേഷൻസ് ആർ ബീയിങ് മെയ്ഡ് ടു ലേ ഹെയർ ഔട്ട് ഓർ ദാറ്റ് ഷീ ഈസ് എബൌട്ട് ടു ഡൈ. അപ്പോൾ താൻ മരിക്കാൻ പോവുകയാണ്, തന്നെ പുറത്തള്ളാൻ പോവുകയാണ്, തൻ്റെ ശവസംസ്കാരം നടത്താൻ പോവുകയാണ് എന്നൊക്കെയുള്ള അതിനുള്ള തയ്യാറെടുപ്പ് നടക്കുകയാണെന്നൊക്കെയുള്ള തലത്തിലുള്ള സ്വപ്നങ്ങൾ. ഇനി കൂടുതൽ കുഴപ്പകരമായിട്ടുള്ള ചിന്തകൾ. തിങ്ക് ഷീ ഈസ് സംബഡി എൽസ്, ഞാൻ മറ്റാരോ ആണ്. ആൻഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് എ സ്ട്രോങ് പവർ, ഒരു വലിയ ശക്തിയുടെ, തന്നെക്കാൾ ശക്തിയുള്ള ആരുടെയോ കയ്യിലെ ഒരു ഉപകരണമാണ് ആണെന്ന് ചിന്തിക്കുക, താൻ മറ്റൊരാളാണെന്ന് ചിന്തിക്കുക. അപര വ്യക്തിത്വം, ഇതൊക്കെ മനോരോഗ വിദഗ്ധർ ഇതിനെക്കുറിച്ചൊക്കെ വളരെയധികം പഠിക്കുകയും ഉപന്യസിക്കുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ വളരെ ലളിതമായി ചികിത്സിക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കുകയുള്ളൂ. അതിനുപയോഗിക്കുന്ന ഔഷധങ്ങളിൽ ലാക്ടോസിന് ഒരു സുപ്രധാന സ്ഥാനമുണ്ട്. ഷീ തിങ്സ് ഷീസ് അണ്ടർ സൂപ്പർ ഹ്യൂമൻ കൺട്രോൾ, മനുഷ്യാതീത ശക്തി, അതീത ശക്തികളുടെ നിയന്ത്രണത്തിലാണ് താൻ. ഇപ്പോൾ പലരെ അവകാശവാദങ്ങളാണ്. ഞാനൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, ചില ആളുകളെ ചെറുപ്പത്തിലും അടുത്ത കാലത്തും കേട്ടിട്ടുണ്ട്. ഷീസ് കമ്പൽ ടു ഡു തിങ്സ് ബൈ സ്പിരിറ്റ്സ്, ദുരാത്മാക്കൾ അല്ലെങ്കിൽ നല്ല ആത്മാക്കൾ, അരൂപികൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുന്നു. ഷീ ഹിയേഴ്സ് എ കമാൻഡ്, ഒരു കൽപ്പന കേൾക്കുകയാണ്. പാർട്ട്ലി ഇൻ ഹെർ ഡ്രീം, പാതി സ്വപ്നത്തിലും പാതി സങ്കല്പത്തിലും. ദാറ്റ് ഷീ മസ്റ്റ് ക്യാരി ഔട്ട്, കൽപ്പനകൾ കേൾക്കുന്നു, കൽപ്പനകൾ സ്വപ്നം കാണുന്നു, ആ കൽപ്പന താൻ അനുസരിക്കണം. ഇത്തരം മനോവിഭ്രാന്തികൾ ഇന്നും മറ്റൊരു തരത്തിൽ സമൂഹത്തിൽ വരുന്നുണ്ട്. ചില വിർച്വൽ വേൾഡിലെ ചില കളികൾ വഴി, ഓൺലൈൻ ഗെയിമുകൾ ഒക്കെ വഴി ഇങ്ങനെ നമ്മളെക്കാൾ വലിയ ശക്തികൾ, സൂപ്പർ ഹ്യൂമൻ പവേഴ്സ് നമ്മളെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അക്രമങ്ങൾ, ആത്മഹത്യ ചെയ്യുന്നു, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നു. എറണാകുളം ജില്ലയിൽ തന്നെ എൻ്റെ സുഹൃത്തിൻ്റെ അയൽവക്കത്ത് ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. അയാൾ ഇത് മുതിർന്ന ആളാണ്, ഒരു ഇപ്പം നിരോധിക്കപ്പെട്ടൊരു ഗെയിം, അതിൻ്റെ പിന്നാലെ പോയിട്ട് ഇതേപോലെ താൻ സൂപ്പർ നാച്ചുറൽ ശക്തികളുടെ കീഴിലാണെന്ന് പറഞ്ഞുകൊണ്ട് അക്രമങ്ങൾക്ക് ഇറങ്ങി പുറപ്പെട്ടു. അത് കുടുംബത്തിൽ തന്നെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ തക്ക സമയത്ത് വീട്ടുകാരെ കണ്ട് അയാൾക്ക് ചികിത്സയൊക്കെ കൊടുത്തുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. സംടൈംസ് ഇറ്റ് ടേക്സ് ദ ഫോം ഓഫ് വോയിസസ് ഇൻ വിച്ച് ഷീ ഈസ് കമാൻഡഡ് ടു സ്റ്റീൽ. ഈ മറ്റ് സന്ദർഭത്തിൽ ശബ്ദങ്ങളാരും കേൾക്കുന്നു, സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പോയിട്ട് ശബ്ദങ്ങൾ കേൾക്കുന്നു. എന്തിനാണ്? മോഷ്ടിക്കണം, അത് മോഷ്ടിക്കൂ എന്നുള്ള തരത്തിലുള്ള ശബ്ദങ്ങൾ. ടു മോർഡർ, കൊലപാതകം നടത്തൂ എന്നുള്ള കൽപ്പനകൾ. ഓർ ടു കൺഫസ് തിങ്സ് ഷീ നെവർ ഡിഡ്. ഇനി മറ്റൊരു തരത്തിൽ താൻ ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ പോയി കൺഫഷൻ നടത്തുക, ഒരിക്കലും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തെന്ന് കുറ്റസമ്മതം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇത്തരം മാനസികാവസ്ഥ വെച്ച് വളരെ ലോകപ്രസിദ്ധമായ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. ജപ്പാനിലെ കുറസോവ റാഷമൺ എന്നുള്ളൊരു വളരെ സുപ്രസിദ്ധമായ സിനിമയുണ്ട്. അതിൽ ഇതേപോലെ ചെയ്യാത്ത കുറ്റത്തിന് കുറ്റസമ്മതം നടത്തുന്ന ചില ഒരു കഥാപാത്രമുണ്ട്. അതിൽ അത് വലിയ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. അത് വളരെ കൊണ്ടാടപ്പെട്ട സിനിമയാണെങ്കിൽ പോലും ഞാൻ ഈ ഹോമിയോപ്പതിയൊക്കെ വായിച്ചു തുടങ്ങിയ ശേഷമാണ് ആ സിനിമ ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെയാണ് അത് കാണുന്നത്. ഇതൊക്കെ സമൂഹത്തിലുള്ള മനോരോഗങ്ങളെ ആ തരത്തിൽ കണ്ട് അതിനെ പോസിറ്റീവായിട്ട് എടുത്ത് അതിനെ ക്യൂറേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അതിനെ ഹീൽ ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ വെക്കുന്നതിന് പകരം അതിനൊക്കെ ഉദാത്തവൽക്കരിച്ച് കലയുടെ പിൻബലത്തിൽ ഉദാത്തവൽക്കരിക്കുന്ന രീതി കൂടിയുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ചുവട് പിടിച്ച് മലയാളത്തിലും ചിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രസിദ്ധരായ ഒരു ചിത്രം എടുത്തിട്ടുണ്ട്. എൻ്റെ അറിവിൽ 2 സിനിമകളുണ്ട് അങ്ങനെ ചെയ്യാത്ത കുറ്റങ്ങൾ കൺഫസ് ചെയ്യുന്ന തരത്തിൽ. അത് റാഷമണാണ് അതിൻ്റെ സ്വാധീനമാണ്. ഇതിനാസ്പദമായ രോഗാവസ്ഥയെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ സമൂഹത്തിൽ ഉണ്ടാകാൻ ഇതൊക്കെ സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആൻഡ് ഷീ ഹാസ് നോ പീസ് ഓഫ് മൈൻഡ് അണ്ടിൽ ഷീ മേക്സ് എ കൺഫെഷൻ ഓഫ് സംതിങ് ഷീ ഹാസ് നെവർ ഡൺ. ഈ ചെയ്യാത്ത ഒരു കാര്യത്തെക്കുറിച്ചൊരു കുറ്റസമ്മതം നടത്തുന്നവരെ ആ വ്യക്തിക്ക് ഒരു സമാധാനമില്ല. സമാധാനക്കേടുകൊണ്ട് ഇരിക്കപ്പുറത്തില്ലാതെ പോയിട്ട് കുറ്റസമ്മതം നടത്തും. ദ ടോർച്ചർ ഈസ് സംടൈംസ് വയലന്റ് അണ്ടിൽ ഷീ കൺഫസ് ദാറ്റ് വിച്ച് ഷീ ഹാസ് നോട്ട് ഡൺ. അപ്പോൾ ചെയ്യാത്ത കാര്യത്തിന് കുറ്റസമ്മതം നടത്തുന്നവരെ ആ ഒരു മാനസിക പീഡനം, മെൻ്റൽ ടോർച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിവരണാതീതമായിട്ടുള്ള വ്യഥ, പീഡയാണ് ടോർച്ചർ. ആ ടോർച്ചർ അനുഭവിക്കുകയും ആ ടോർച്ചറിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പോയി കുറ്റസമ്മതം നടത്തും.
ഇമാജിൻ ഷീ ഈസ് പെർസ്വേഡഡ്, താൻ പ്രേരിപ്പിക്കപ്പെടുകയാണ് എന്ന് സങ്കല്പിക്കുന്നു, മറ്റാരോ തന്നെ പ്രേരിപ്പിക്കുകയാണ്. ഇമാജിൻസ് ദാറ്റ് ഷീ ഹാസ് സ്റ്റോളൻ സംതിങ് ഓർ ദാറ്റ് സംബഡി തിങ്സ് ഷീ ഹാസ് സ്റ്റോളൻ സംതിങ്. താനെന്തോ മോഷ്ടിച്ചു എന്ന് സങ്കല്പിക്കുന്നു, താൻ മോഷ്ടിച്ചതായി മറ്റുള്ളവർ വിചാരിക്കുന്നുവെന്ന് സങ്കല്പിക്കുന്നു. അത്ര കുഴഞ്ഞു കുറഞ്ഞ മാനസികാവസ്ഥ നോക്കുക. ആൻഡ് ഫിയേഴ്സ് ദ ലോ, എന്നിട്ട് നിയമത്തെ പേടിക്കുന്നു, താൻ കുറ്റവാളിയാണോ എന്നുള്ള പേടി. ഷീ ഹിയേഴ്സ് വോയിസസ് ആൻഡ് വാർണിംഗ്സ്, ശബ്ദങ്ങളും മുന്നറിയിപ്പുകളും കേൾക്കുന്നു. ആൻഡ് ഇൻ ദ നൈറ്റ് ഷീ ഡ്രീംസ് അബൌട്ട് ഇറ്റ്, രാത്രിയാകുമ്പോൾ ആ സ്വപ്നമായിട്ട് ആവർത്തിക്കുന്നു. ദ സ്റ്റേറ്റ് ഓഫ് ടോർച്ചർ ഈസ് സംതിങ് ഡ്രെഡ്ഫുൾ, ഈ ടോർച്ചർ പീഡനത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഡ്രെഡ്ഫുൾ, ഭയാനകമാണത്, നിസ്സാരമല്ലത്. ആൻഡ് ഇറ്റ് ദെൻ ഗോസ് ഇൻ ടു എ ഡെലിറിയം വിത്ത് മട്ടറിങ്, ഇനി അത് പോയിട്ടൊരു ഡെലിറിയത്തിലേക്കുന്നു, വല്ലാത്തൊരു അസ്വസ്ഥതയും കോലാഹലമൊക്കെ കാണിക്കുന്നു, ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കുന്നു, നിരാശപ്പെട്ട് പിറുപിറുക്കും, മട്ടറിങ്, നിരാശയോടെ പിറുപിറുക്കുന്നു. ദ ഡെലിറിയം ഈസ് ക്യാരിഡ് ഓൺ ലൈക്ക് വൺ മട്ടറിങ് വെൻ ഡ്രങ്ക്, മദ്യപിച്ച് ഇങ്ങനെ പിറുപിറുക്കുന്ന പോലെ, നിരാശപ്പെട്ട് പിറുപിറുക്കുന്ന പോലെയാണ് ഈ ലാക്ടോസിസ് പേഷ്യൻ്റെ പിറുപിറുക്കൽ. ദിസ് സ്റ്റേറ്റ് ഇൻക്രീസസ് അണ്ടിൽ അൺകോൺഷ്യസ്നെസ് കംസ് ഓൺ ആൻഡ് ദ പേഷ്യൻ്റ് എൻറ്റേഴ്സ് ഇൻ ടു എ സ്റ്റേറ്റ് ഓഫ് കോമ ഫ്രം വിച്ച് ഷീ കനോട്ട് ബി അറോസ്ഡ്. അപ്പോൾ ഇത് വർദ്ധിച്ച്, ഈ ഡെലിറിയം വർദ്ധിച്ച് അബോധാവസ്ഥയിലേക്ക് പോകുന്നു. അബോധാവസ്ഥയിലേക്ക് പോകുന്ന കോമ, സമ്പൂർണ്ണമായിട്ട് ബോധം നഷ്ടപ്പെട്ടിട്ട് മരിച്ചതുപോലെ കിടക്കുന്നൊരവസ്ഥ, അതിന് ഉണർത്താൻ പറ്റുകയില്ല. ഈ ഒരവസ്ഥ നമ്മുടെ നാട്ടിൽ പലയിടത്തുമൊക്കെ പല മതങ്ങളിലും ഉണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇവിടെ ക്രിസ്ത്യാനികൾ കൂടുതൽ താമസിക്കുന്നൊരു പ്രദേശമായിരുന്നു. ഞങ്ങളുടെ ഗ്രാമത്തിൽ മാതാവ് കൂടി എന്ന് പറഞ്ഞൊരു വാർത്ത കേട്ടു. അത് കന്യാമറിയം, വിർജിൻ മേരി, ബാധ ഉണ്ടായി, എന്നിട്ട് ഇങ്ങനെ ഓരോ പ്രവചനങ്ങൾ പറയുന്നു, ഓരോ കാര്യങ്ങൾ പറയുന്നു, ഓരോ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ സംഭവിക്കാത്ത കാര്യമായതുകൊണ്ട് അത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആളുകൾ ഇങ്ങനെ കൂട്ടമായിട്ട് ഞങ്ങളെ അയൽവക്കങ്ങൾക്ക് പോകാൻ തുടങ്ങി, മാതാവ് കൂടിയ ആളെ കാണാൻ. ഒരു വിശുദ്ധ സ്ത്രീയായിട്ട് കണ്ടത്. പക്ഷെ എത്രയും കാര്യങ്ങളിലൊന്നും ഒരു കൗതുകമില്ലാത്തതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് ആരും പോയില്ല, ഞാൻ പോയുമില്ല. പക്ഷെ ആ പ്രദേശം എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ഈ ലാക്ടോസിസ് പോലുള്ള ഔഷധങ്ങളൊക്കെ വായിച്ചു തുടങ്ങിയ സമയത്ത് ഈ വ്യക്തിയെ ഒന്ന് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം തുനിഞ്ഞിറങ്ങി ആ പ്രദേശത്ത് പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളെയൊക്കെ തുടർന്ന് അവർ അവിടെ നിന്ന് മാറിപ്പോയി. ആ പെൺകുട്ടിയുമായിട്ട് ഒരു 20 വയസ്സ് താഴെയുള്ളൊരു ഒരു യുവതി അവരുമായിട്ട് കുടുംബക്കാർ പോയിക്കളഞ്ഞു. അത് കാരണം അത് തട്ടിപ്പാണെന്ന കാര്യം പിന്നീട് ആളുകൾക്ക് മനസ്സിലായി. ഇത് എല്ലാ മതങ്ങളിലും സംഭവിക്കുന്നുണ്ട്. അതാത് മതങ്ങളിലെ ദേവതകൾ, ദൈവങ്ങളൊക്കെ ആവേശിച്ചു. അപ്പം ഞാനൊരു കൗതുകത്തിന് അന്വേഷിച്ചു, ആരെങ്കിലും മറ്റൊരു മതത്തിലെ ദൈവമോ ദേവതയോ ആവേശിച്ചതായിട്ട് അത് കേട്ടിട്ടില്ല. ഞാൻ അനാകാർഡിയത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവം ഞാൻ പിന്നീട് പറയാം. അവിടെ കെൻറ്റ് ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, അവിടെ ആ പെൺകുട്ടി ഒരു ഹിന്ദു പെൺകുട്ടിയാണ്, ഒരു ഹിന്ദു ദേവതയാണ് അവിടെ ആവേശിച്ചത്. അപ്പോൾ അതൊക്കെ ഉള്ളിൽ കിടക്കുന്ന ആ അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരം മെൻ്റൽ ഡിറേഞ്ച്മെൻറ്റ്, മനസ്സ് രോഗാതുരമാകുമ്പോൾ ഇതൊക്കെ മാനസിക പ്രശ്നങ്ങളായിട്ട് പുറത്തു വരുന്നതാണ്. അതിനെ ഹോമിയോപ്പതി ഔഷധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സുഖപ്പെടുത്താൻ പറ്റും. ലാക്ടോസിസ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധമാണ്. ദ പേഷ്യൻ്റ് ഓൾസോ ഗോസ് ത്രൂ പീരിയഡ്സ് ഓഫ് വയലൻസ് ആൻഡ് വയലന്റ് ഡെലിറിയം. ചില ഘട്ടങ്ങളിൽ അക്രമോത്സുകതയും ഇവർ കാണിക്കാറുണ്ട്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് റിലീജിയസ് ഇൻസാനിറ്റി, മതപരമായ വിഭ്രാന്തി. അത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, മതപരമായ വിഭ്രാന്തി. മതത്തെക്കുറിച്ച് ചിന്തിച്ച്, മതം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഒരു മനുഷ്യൻ തിരഞ്ഞെടുപ്പില്ല. ഓരോരുത്തർ ഒരു കുടുംബത്തിൽ വന്ന് വളർന്നു, ആ കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും മതവിശ്വാസം ചെറുപ്പം മുതലേ അവരുടെ മനസ്സിൽ കയറുന്നു, അതിനെ കിടക്കുന്നു. അപ്പോൾ ആ മതവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇൻസാനിറ്റി ഉണ്ടാകുന്നു, മതത്തിൻ്റെ തീക്ഷ്ണത അങ്ങോട്ട് വർദ്ധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആർക്കെങ്കിലും മറ്റൊരു മതത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങളിലും മറ്റുമൊക്കെ ഇതേപോലെ ഒരു അമിത ശുഷ്കാന്തി വരികയോ മറ്റു മതങ്ങളിലെ ദേവതകളോ ദൈവങ്ങളോ ആവേശിക്കുകയോ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ശ്രദ്ധേയമായിട്ട് ഒരു സ്പിരിച്വൽ രീതിയിൽ എടുക്കാമായിരുന്നു. ഇതെല്ലാവർക്കും തന്നെ
അവരവരുടെ മതങ്ങളിലാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. യു ഫൈൻഡ് എ ഡിയർ സ്വീറ്റ് ഓൾഡ് ലേഡി ഹു ഹാസ് ഓൾവേസ് ലിവ്ഡ് വാട്ട് ഷീ വുഡ് ബി കോൾഡ് ആൻ അപ്രൈറ്റ് ആൻഡ് പയസ് ലൈഫ്, യെറ്റ് ഷീ ഈസ് നോട്ട് ഏബിൾ ടു അപ്ലൈ ടു ദ പ്രൊമിസസ് ദാറ്റ് ആർ ഇൻ ദ വേർഡ് ഓഫ് ഗോഡ് ടു ഹെർസെൽഫ്. അതായത് ഒരു നല്ലവളായൊരു സ്ത്രീ, വാർദ്ധക്യത്തിലൊരു സ്ത്രീ, എപ്പോഴും അപ്രൈറ്റ്, വളരെ അന്തസ്സായിട്ടുള്ള, വളരെ പയസ്, ഭക്തിപൂർവമായ ജീവിതം നയിച്ചൊരു സ്ത്രീ, എങ്കിലും വേർഡ് ഓഫ് ഗോഡ്, അതായത് ദൈവവചനം, ഇവിടെ ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ ബൈബിളാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സുവിശേഷങ്ങളാണ് ഉദ്ദേശിക്കുന്നത്, ഗോസ്പൽ. അതിൽ പറഞ്ഞിരിക്കുന്ന വാഗ്ദാനങ്ങൾ, പ്രധാന വാഗ്ദാനം നിത്യജീവൻ, എറ്റേണൽ ലൈഫ്, സ്വർഗം. അപ്പോൾ അതിന് നേടാൻ അതിന് യോഗ്യത ഇല്ല എന്ന് ചിന്തിക്കുന്നു. അവിടെ മര്യാദക്ക് ജീവിച്ചതാണ്, മരമര്യാദയോട് ജീവിച്ചതാണ്, ഭക്തിയോട് ജീവിച്ചതാണ്. പക്ഷേ ഈ സുവിശേഷ ഭാഗ്യങ്ങൾ നേടാൻ താൻ തയ്യാറില്ല. അല്ലെങ്കിൽ സ്വർഗം, പരലോകം എന്നൊക്കെ പറയുന്ന പല പേരുകളിൽ, പല മതങ്ങളിൽ പറയുന്ന ആ ഒരു എറ്റേണിറ്റി, എറ്റേണൽ ലൈഫ് നേടാൻ തനിക്ക് യോഗ്യതയില്ല. അതായത് മതശാസ്ത്രങ്ങൾക്കനുസരിച്ച് ജീവിച്ചിട്ട് പോലും സാധിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്നു. ഷീസ് ഫുൾ ഓഫ് വിക്കഡ്നെസ് ആൻഡ് ഹാസ് കമ്മിറ്റഡ് ദ അൺപാർഡണബിൾ സിൻ. താൻ എപ്പോഴും മോശമായ കാര്യങ്ങളാണ് ചെയ്തിരുന്നത്, മാപ്പർഹിക്കാത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ ചിന്തിക്കുന്നു. പക്ഷെ ഭക്തജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അവർ. ഷീസ് കമ്പൽഡ് ടു സേ ദീസ് തിങ്സ്, ഷീസ് ഓവർവെൽംഡ് ബൈ ദീസ് തിങ്സ് ആൻഡ് ഷീസ് ഗോയിങ് ടു ഡൈ ആൻഡ് ഗോയിങ് ടു ദാറ്റ് ഓഫുൾ ഹെൽ ദാറ്റ് ഷീ റൺസ് അബൌട്ട്. അപ്പോൾ ഇത്തരം മോശമായ കാര്യങ്ങൾ ചെയ്യാൻ താൻ നിർബന്ധിതമായി തീരുന്നു. അങ്ങനെ ആ ഒരു പുണ്യമെല്ലാം നഷ്ടപ്പെട്ട് താൻ മതജീവിതത്തിലൂടെ, ആത്മീയ ജീവിതത്തിലൂടെ ആർജിച്ച പുണ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട് താൻ വളരെ ഭയാനകമായിട്ടുള്ള നരകത്തിലേക്ക്, നിത്യശിക്ഷയിലേക്ക് താൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള, ഇതിനെക്കുറിച്ചൊക്കെ വായിച്ചുള്ള അറിവും കേട്ടുള്ള അറിവാണുള്ളത്, വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള നിത്യനരകത്തിലേക്ക്, ആ നരകത്തിൻ്റെ വിഹ്വലതകളിലേക്ക് താനിതാ പോകാൻ പോകുന്നു എന്നൊക്കെ ചിന്തിക്കുന്നു. ദ ഫിസിഷ്യൻ മസ്റ്റ് ലിസൺ ടു ദിസ് വിത്ത് അറ്റൻഷൻ. ഇനിയാണ് കെന്റ് പറയുന്നൊരു നല്ലൊരു ഉപദേശം ഡോക്ടേഴ്സിന്. ഇതെല്ലാം ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കണം, കേൾക്കണം. ഇവർ പറയുന്നത് കേൾക്കണം. ഇത് മണ്ടത്തരം പറയുന്നു, ഭ്രാന്ത് പറയുന്നു എന്നൊക്കെ പറഞ്ഞ് അവരെ വിലക്കരുത്. അവർക്ക് പറയാനുള്ള സാഹചര്യമുണ്ട്. ഈ കേസ് ടേക്കിങ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഒരു യഥാർത്ഥ കേസ് ടേക്കിങ്, ശരിക്കും പെർഫെക്റ്റ് ആയിട്ടൊരു കേസ് ടേക്കിങ് നടത്തി കഴിഞ്ഞാൽ ആ രോഗാവസ്ഥ പകുതി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. ആരാണ് പറഞ്ഞതെന്ന് ഞാൻ ഓർക്കുന്നില്ല. പ്രൊഫസർ KP അപ്പൻ്റെ ഒരു പുസ്തകത്തിൽ രോഗവും സാഹിത്യ ഭാവനയും എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിലാണ് അത് പറയുന്നത്. ഈ രോഗത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആ രോഗി സുഖപ്പെട്ടു. തൻ്റെ രോഗത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ രോഗി സുഖപ്പെട്ടു. അപ്പോൾ സാറോട്ട് എനിക്ക് പരിചയമുണ്ടായിരുന്നു. ഞാൻ ഹോമിയോപ്പതിയുടെ കേസ് ടേക്കിങ്ങിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അദ്ദേഹം അതിനെ അംഗീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഒരു യഥാർത്ഥ കേസ് ടേക്കിംഗ് നടത്തിയാൽ, വേണ്ടത്ര സമയമെടുത്ത് ഒരു കേസ് ടേക്കിംഗ് നടത്തിയാൽ ആ രോഗി സുഖപ്പെടും. ഇവിടെ അത് മറ്റു തരത്തിൽ പറയുകയാണ്. ഇത്തരം പ്രശ്നങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് ബാലിശമാണെന്നോ മണ്ടത്തരമാണെന്നോ ഒക്കെ നമുക്ക് മനസ്സിലാകും. എങ്കിൽ പോലും നിങ്ങളത് കേൾക്കണം. അത് ചികിത്സക്ക് അത്യന്താപേക്ഷിതമാണ് എന്നാണ് എന്നോട് പറയുന്നത്. ദ ഫിസിഷ്യൻ മൈറ്റ് മേക്ക് ദ മിസ്റ്റേക്ക് ഇൻ ദിസ് ഇൻസ്റ്റൻസ് ഓഫ് മേക്കിംഗ് ലൈറ്റ് ഓഫ് സച്ച് ഫീലിങ്സ്. അപ്പോൾ ഈ സന്ദർഭങ്ങളിൽ ഫിസിഷ്യന്, പ്രാക്ടീഷണർക്ക്, ഹോമിയോപാത്തിന് പറ്റുന്നൊരു അബദ്ധം എന്ന് വെച്ചാൽ ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിക്കും. അതൊന്നും ഇല്ലെന്നേ, അങ്ങനെയൊന്നും ഇല്ലെന്നേ, അവർ പറയുന്നത് വാസ്തവമില്ലെന്ന രീതിയിൽ പറഞ്ഞു പോകും നമ്മൾ. പക്ഷെ അങ്ങനെ പറയരുത്. അവർക്ക് പറയാനുള്ളത് മുഴുവൻ കേൾക്കണം. അതൊരു സിംറ്റമായിട്ട് എടുക്കണം. ഒരു സിംറ്റമോ പല സിംറ്റംസോ എടുക്കണം. അതാണ് പറയുന്നത്. അതിനെ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. അവരെ കുറ്റപ്പെടുത്തുകയോ നമ്മൾ സംഭാഷണം ചുരുക്കുകയോ ഒന്നും ചെയ്യരുത്. ഇഫ് ഇറ്റ് ഡസ് ദ പേഷ്യൻ്റ് വിൽ നോട്ട് റിട്ടേൺ. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ രോഗി പിന്നെ തിരിച്ചു വരില്ല. ആൻഡ് ഹി വിൽ ബി ഡിപ്രൈവ്ഡ് ഓഫ് ദ ചാൻസ് ടു ബെനിഫിറ്റ് ഹെയർ. ആ വ്യക്തിയെ, ഒരു സ്ത്രീ, ഹെയർ എന്നാണ് പറയുന്നത്, സ്ത്രീകളിലാണത് കൂടുതലും കാണുന്നത്. ഈ ബാധ കൂടുതലും ഞാൻ കണ്ടതും കാരണം മിക്കവാറും സ്ത്രീകളിൽ തന്നെയാണത്. അപ്പോൾ ആ സ്ത്രീയെ, ആ രോഗിണിയെ
സഹായിക്കാൻ, ആ മാനസിക അവസ്ഥയിൽ നിന്നും അവരെ രക്ഷിക്കാനുള്ള ഒരു സാധ്യത ഈ പ്രാക്ടീഷണർ നഷ്ടപ്പെടുത്തുക കൂടി ചെയ്യുന്നു. രോഗിക്കും നഷ്ടം, ഡോക്ടർക്കും നഷ്ടം. ഒരിക്കലും ചെയ്യരുത്. നോ മാറ്റർ വാട്ട് ഹെർ വിംസ് ആർ, നോ മാറ്റർ വാട്ട് ഹെർ റിലീജിയസ് ഒപ്പീനിയൻസ് ആർ, ഹെർ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് മസ്റ്റ് ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്ട്. അവളുടെ വിംസ്, അവളുടെ ഭാവനകൾ, അവളുടെ പറച്ചിലുകൾ, അവരുടെ ബോധങ്ങൾ, മതത്തെക്കുറിച്ച് അവരുടെ വ്യാഖ്യാനങ്ങൾ, സങ്കല്പങ്ങൾ എത്രത്തോളം തെറ്റായാലും, എത്രത്തോളം മോശമായാലും, എത്രത്തോളം വന്യമായാലും അതിനെയൊക്കെ ആദരവോടുകൂടി ഒരു മനുഷ്യ വ്യക്തിയാണ്, അവരുടെ ഡിറേഞ്ച്ഡ് വൈറ്റാലിറ്റിയുടെ ഫലമായിട്ട് ഉണ്ടായ മെൻ്റൽ സിംപ്റ്റംസ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിത്ത് റെസ്പെക്ട്, ആദരവോടെ അവരെ നമ്മൾ പരിഗണിക്കണം. അതായത് വെറുതെ മരുന്ന് കൊടുക്കൽ മാത്രമല്ല ഫിസിഷ്യൻ്റെ ചുമതല എന്നർത്ഥം. ഇറ്റ് മസ്റ്റ് ബി ട്രീറ്റഡ് ആസ് ഇഫ് ഇറ്റ് വേർ സോ. അവ അങ്ങനെയായിരുന്നു, അങ്ങനെയാണ്, അതൊരു വാസ്തവമാണ് പറയുന്നത്. അവരുടെ കാഴ്ചപ്പാടൊരു വാസ്തവമാണ്, അവരുടെ മെൻ്റൽ സ്റ്റേറ്റിൻ്റെ കാഴ്ചപ്പാട് നോക്കുമ്പോൾ ഒരു വാസ്തവമാണ്. അത് അങ്ങനെ എടുത്ത്, ആ തരത്തിൽ തന്നെ എടുത്ത്, അതായത് നമ്മളുടെ റിപ്പർട്ടറിയിലുള്ള കൃത്യമായിട്ടുള്ള റൂബ്രിക്സ് ആയിട്ട് അതിനെ പരിവർത്തനം ചെയ്ത് അതെടുത്ത് പരിഗണിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ചാൻസ് നഷ്ടപ്പെടും. അതിനേക്കാളും അധികമായിട്ട് ആ രോഗിക്ക് സുഖപ്പെടാൻ കിട്ടുന്ന ഒരു അവസരം ഹോമിയോപ്പതി ഡോക്ടറിലൂടെ പ്രതീക്ഷിക്കുന്നതാണ്. ആ ഒരു രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ട് ഹയർ പർപ്പസ് ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ ഉന്നതാദർശങ്ങൾ നേടുക. അപ്പോൾ ആ ഒരു മഹത്തായ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെട്ടു പോകും. വളരെ പ്രധാനപ്പെട്ടതും വളരെ ശ്രദ്ധേയമായ മാനസിക ലക്ഷണങ്ങൾ, അവയെ പരിഗണിക്കേണ്ട, അവയെ സമീപിക്കേണ്ട രീതികളെക്കുറിച്ച് കെൻറ്റ് പറഞ്ഞത്. നിങ്ങളുടെയൊക്കെ പ്രാക്ടീസിലും ഇത്തരം കേസുകൾ വന്നു പെടും. വന്ന് പെട്ടില്ലെങ്കിൽ നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് മുൻകൈയെടുത്ത് പോകണം. വാസ്തവത്തിൽ എന്നാൽ ഇത്തരം കേസുകൾ വന്നപ്പോൾ എൻ്റെ ഈ സുഹൃത്തുക്കൾ ആരും അന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അവരൊന്നും ആ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയറൊക്കെ ആയിട്ടുള്ളൂ. എനിക്കൊരാളെ കൊണ്ടുപോയിട്ട് കേസ് എടുപ്പിക്കാനൊന്നും സാധിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഇങ്ങനെയുള്ള കേസുകൾ ഉണ്ടായാൽ നിങ്ങൾ മുൻകൈയെടുത്ത് ആ പരിസരങ്ങളിലുള്ളവരെയൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി ആ കേസ് പോയി എടുക്കണം, എടുത്ത് സുഖപ്പെടുത്താൻ ശ്രമിക്കണം. അത് നിങ്ങളുടെ കരിയറിന് നല്ലതാണ്. ഹോമിയോപ്പതിയുടെ സൽപ്പേരിന്, ഹോമിയോപ്പതിയെക്കുറിച്ച് ഒരു നല്ല വ്യക്തമായ ധാരണ സമൂഹത്തിൽ ഉണ്ടാകാൻ ഉപകരിക്കും. വളരെ വിലപ്പെട്ട പല കാര്യങ്ങളും ലാക്കസിനെ കുറിച്ചുള്ള നല്ലൊരു ചിത്രം കിട്ടി. അത് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രാക്ടീസിൽ വേണ്ടുന്ന നല്ല ചില വിലപ്പെട്ട ഉപദേശങ്ങളും എൻ്റെ ഈ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ, ഇതേപോലെ വളരെ സുപ്രധാനമായ നിരവധി കാര്യങ്ങൾ ലാക്കസിനെ കുറിച്ച് ഇനിയും അറിയാനുണ്ട്. നമുക്ക് തുടർന്ന് വരുന്ന എപ്പിസോഡിൽ അവയെക്കുറിച്ച് കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.